തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 4 മാസം പിന്നിട്ടിട്ടും 40-ലേറെ പേർ ഇനിയും കാണാമറയത്ത്. ദുരന്തത്തിൽ കാണാതായ 47 പേരെയാണ് ഇനിയും കണ്ടെത്താൻ സാധിക്കാത്തത്. പക്ഷേ എവിടെയും തിരച്ചിൽ നടക്കുന്നുമില്ല. അതേസമയം ദുരന്തത്തിൽ മരിച്ച 4 പേരെ കൂടി കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞു. 3 മൃതശരീരങ്ങളുടെയും ഒരു ശരീരഭാഗത്തിൻ്റെയും DNA പരിശോധന ഫലമാണ് പുറത്തു വന്നത്. DNA പരിശോധനയുടെ മൃതദേഹങ്ങൾ ആൻഡ്രിയ, രംഗസ്വാമി, നജ ഫാത്തിമ എന്നിവരുടേതും മൃതദേഹഭാഗം മുണ്ടക്കൈ സ്വദേശി സുബൈറിൻ്റേതും ആണെന്നാണ് തിരിച്ചറിഞ്ഞത്. നേരത്തെ ഈ മൃതദേഹങ്ങളും മൃതദേഹഭാഗവും കാണാതായ മറ്റ് 4 പേരുടെ ആണെന്നാണ് കരുതിയിരുന്നത്. DNA പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മൃതദേഹങ്ങൾ കൈമാറണമെന്ന് കലക്ടർ ഉത്തരവിട്ടു. നിലവിലെ സംസ്കാര സ്ഥലം തുടരാൻ താൽപ്പര്യമുള്ളവർക്ക് അടയാളപ്പെടുത്തിയ പേരുകളിൽ മാറ്റം വരുത്താൻ സൗകര്യമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിരവധി മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തിയ സൂചിപ്പാറ, ആനടിക്കാപ്പ് മേഖലയിൽ തെരച്ചിൽ നടത്തണമെന്ന ആവശ്യം മുമ്പ് കാണാതായവരുടെ ബന്ധുക്കൾ ചീഫ് സെക്രട്ടറിയോട് ഉന്നയിച്ചിരുന്നു. ഇതനുസരിച്ച് തെരച്ചിൽ നടത്തിയപ്പോൾ 5 മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. മറ്റൊരു ദിവസവും തെരച്ചിൽ നടന്നെങ്കിലും അത് തുടരാൻ അധികൃതർ തയ്യാറായില്ല. ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാക്കി വയനാട്ടിലെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു. അതേസമയം വയനാട് ദുരിതാശ്വാസത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത്. വയനാട് ദുരിതാശ്വാസത്തിന് ഇതുവരെ ₹1 പോലും പ്രത്യേക ധനസഹായമായി അനുവദിച്ചില്ലെന്ന് മുഖ്യമന്ത്രി തിങ്കളാഴ്ച വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. സമാനമായ ദുരന്തം നേരിട്ട മറ്റ് ചെറു സംസ്ഥാനങ്ങൾക്കടക്കം കേന്ദ്രം നൽകിയ ധനസഹായം എണ്ണിപ്പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.